ടീച്ചർ ഹോംവർക്ക് ചെയ്ത് ചോദിക്കലോന്ന് പേടിച്ചിട്ട് ഒരാളിപ്പം ക്ലാസ്സിലോട്ട് വന്നിട്ട് ഏകദേശം 3 ആഴ്ചയായി. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടെ ക്ലാസ് ഉള്ളൂ, അതുവരെ മിണ്ടാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് ഈ ഒരു എന്താ പറയുക ജിയുടെ അവസ്ഥ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ പാർലമെന്റിൽ 3 ആഴ്ചകളായിട്ട് പാർലമെന്റിലോട്ട് നമ്മുടെ രണ്ടാമത്തെ ജി വന്നിട്ടില്ല, ആദ്യത്തെ ജിയും വന്നിട്ടില്ല. 2 ജിമാരും ഇപ്പം പേടിച്ചോണ്ടിരിക്കുകയാണ്. ഒരു ജി തകൃതിയായിട്ട് റീലിട്ട് കളിച്ചോണ്ടിരിക്കുകയാണ്. റീലിട്ട് എങ്കിലും ടീച്ചറെ ഇംപ്രസ് ചെയ്യിപ്പിക്കാന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഒരു ഇംപ്രഷൻ നടക്കുന്നില്ല. ഒരു റീൽ അങ്ങിടുമ്പോഴത്തെ ഒരു 1000 ട്രോള് അപ്പുറത്തോട്ട് വന്ന് അങ്ങനെ മൂഞ്ചി തെറ്റിരിക്കുന്ന അവസ്ഥയിലാണ് നമ്മുടെ 56 ഇഞ്ച്. 56 ഇഞ്ചിന് താഴത്തുള്ള 50 ഇഞ്ചാണെങ്കിലോ അങ്ങോട്ട് വരുന്ന പോലുമില്ല. എപ്പോഴെങ്കിലും വന്ന് സെക്യൂരിറ്റി ഓഫീസ് കയറി ഹായ് പറഞ്ഞ ഒരൊറ്റ ഓട്ടാണ്. ആരെങ്കിലും പിന്നാലെ ചെന്ന് വരുമോ ചോദിക്കും എന്ന് പേടിച്ചിട്ട് ഒരു രക്ഷയില്ല, അടുത്തോട്ട് പോലും അടുക്കൂല എന്നാണ് പറഞ്ഞത്. ആദ്യത്തെ ദിവസേ ഈ ജനഗണമന ചൊല്ലി അല്ലെങ്കിൽ ഈ ഈശ്വര പ്രാർത്ഥന കഴിഞ്ഞ ഒരൊറ്റ മുങ്ങിയതാ. അതായത് വന്ദേമാതരമാണ് ഫസ്റ്റ് ഡേ പാടി, ആ പാടി കഴിഞ്ഞ ആ സമയം വരെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് പിള്ളേർ അടിച്ച് തൂക്കിയേക്കെന്ന് പറഞ്ഞ ഒറ്റ ഓട്ടം ഓടിയതാ. പിള്ളേർ അടി കിട്ടിയ പിള്ളേർ ഞങ്ങൾക്ക് ഇതിനുള്ള മറുപടി വേണം, ഞങ്ങൾ എന്തിനാണ് അടിച്ചത് പറയണമെന്നും പറഞ്ഞു. അത് കേട്ട് പ്രതിപക്ഷം അതുപോലെ തന്നെ സഭയിൽ ഇരുന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് മുതൽ ഇന്ന് വരെ ആ പടി കടക്കാൻ ഇയാൾക്ക് പറ്റിയിട്ടുമില്ല, പേടിയാണ്. സത്യത്തിൽ ആർ എസ് എസിന്റെ സംഘപരിവാണങ്ങളും പേടിച്ചിരിക്കുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ഇത്രയും കാലം കൊണ്ട് വിചാരിച്ചു ഈ പാവപ്പെട്ട സംഘപൊളികളുടെ വായിലോട്ട് ചാണകം കുത്തിത്തിരികി അവരിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. ആ ഭാഗത്ത് ബോധവും വിവരമുള്ള ഒരു ജെൻസി തലമുറ ഇങ്ങനെ വളർന്നു വരുന്നുണ്ട് എന്നുള്ളത് ഈ ടീം മറന്നുപോയി എന്നുള്ളതാണ് സത്യം. ഇവർ ചോദ്യം ചോദിക്കും, ഇവർ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കും, കാര്യങ്ങളെപ്പറ്റി പഠിക്കും, കാര്യങ്ങൾ നടന്നിട്ടില്ലെങ്കിൽ റോട്ടിലിറങ്ങി നിങ്ങൾ അടിച്ചു കഴിഞ്ഞാലും കുഴപ്പമില്ല, അവിടെ തന്നെ നിൽക്കും എന്നുള്ളത് ഇപ്പോഴാണ് സത്യത്തിൽ നമ്മുടെ ഈ ഗ്രൂപ്പ് മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റിയുള്ള ചോദ്യങ്ങൾ പാർലമെന്റിൽ ഉയരും എന്നുള്ളത് കൊണ്ട് അതിന് മറുപടി കൊടുത്തു കഴിഞ്ഞാൽ അത് വലിയ അബദ്ധമായി പോകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ചെന്നിക്കളവന്മാരാരും ഇപ്പം അങ്ങോട്ട് അടുക്കാണ്ടിരിക്കുന്നത്. ആദ്യത്തെ ഒരു ദിവസം കുറച്ചു നേരം വന്ന് ഇരുന്ന് പോയി എന്നല്ലാണ്ട് പിന്നെ ഒരു ദിവസം പോലും വന്നിട്ടില്ല. ഇനി ഓരോ ദിവസം പ്രതിപക്ഷം ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ചാടി എഴുന്നേക്കും നമ്മുടെ സ്പീക്കർ. എന്നിട്ട് പറയും ഇപ്പം തന്നെ ഞാൻ പാർലമെന്റ് പൂട്ടിപ്പോകുന്ന ഒറ്റ പോക്ക. 12 മണിക്ക് വീണ്ടും തുറക്കും. അപ്പോൾ ആരെങ്കിലും ഒരു പ്രതിപക്ഷത്തു നിന്ന് ഒരാൾ ചിലപ്പോൾ രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയോ ആരെങ്കിലുമൊക്കെ ചോദിക്കും, അല്ല അമിട്ട് ഒന്നും വന്നിട്ടില്ലെന്ന് വെച്ചാൽ നിങ്ങൾ ഇമ്മാതിരി ടീമാണെന്നും പറഞ്ഞിട്ട് വീണ്ടും പാർലമെന്റ് പൂട്ടിപ്പോണ ഒരവസ്ഥ ആദ്യമായിട്ടാണ് ചരിത്രത്തിൽ ഇതൊക്കെ നടക്കുന്നത്. അതുമാത്രമല്ല, ഇന്നലെ ഇവർ ചോദിച്ചത് കേട്ട് അല്ലെങ്കിൽ ജൻസികൾ ചോദിക്കുന്നത് കേട്ട് ഇനിയെങ്കിലും തുറന്നിട്ടില്ലെങ്കിൽ ഒരു ധാർമ്മിക ഉത്തരവാദിത്തം ഉണ്ടല്ലോ എന്ന് തോന്നിയതുകൊണ്ടായിരിക്കാം നമ്മുടെ ഉപരാഷ്ട്രപതി ഇന്നലെ രാജ്യസഭയിൽ അറ്റ്ലീസ്റ്റ് റിജു ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അയാളോട് ഒന്ന് വന്ന് പോകും പറ എന്ന് പറഞ്ഞത്. അതായത് വരുന്നതും വരാത്തൊക്കെ അയാൾ ഇഷ്ടം, എങ്കിലും ഇത്രയും ആൾക്കാർ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ഇവിടെ നിയമനിർമ്മാണങ്ങൾ നടക്കണം, ഇവിടെ കാര്യങ്ങൾ നടക്കണം, ഇവിടെ ചർച്ചകൾ നടക്കണം. ഇതൊക്കെ ചർച്ച നടക്കണമെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രിയും നമ്മുടെ ഗൃഹമന്ത്രിയും ഹോം മിനിസ്ട്രി വഴിയിലോട്ട് ഇതുവരെ വന്നിട്ടില്ല. അവരോട് ഒന്ന് വന്ന് കയറി പോകാൻ പറയടോ എന്ന് നമ്മുടെ കേന്ദ്രമന്ത്രി റിജുവിനോട് പറയേണ്ട ഒരു അവസ്ഥ. കാരണം എന്തിനും ഏതിനും ഇടങ്കോലിട്ടിട്ട് ബബ്ബടിക്കുന്നത് ഇപ്പോൾ റിജുവാണ് ഇവിടെ പാർലമെന്റിൽ ഇരുന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് റിജുവിന് പറ്റുമെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് പോയേ കിട്ടോ, അയാളോടൊന്ന് വരാൻ പറ എന്ന് ആദ്യമായിട്ട് ഒരു ഉപരാഷ്ട്രപതിക്ക് ഒരു നമ്മുടെ സഭാ പ്രധാനി എന്നുള്ള രീതിയിൽ പറയേണ്ടി വന്ന ഒരവസ്ഥ നമ്മൾ കണ്ടു. അതായത് രാജ്യത്ത് എന്ത് നടന്നാലും വിഷയമില്ല, ഞങ്ങൾക്ക് മിണ്ടേണ്ട ആ ഒരു കോൺഫിഡൻസ് ലെവൽ ഇവർ കൊടുക്കുന്നത്. ഇത്രയും കാലം സംഘികൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും സംഘികൾ ചാണേ തുപ്പുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പം ആൾക്കാർ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടായിരിക്കാം പേടിച്ചിട്ട് ഏതായാലും സഭയിലോട്ട് വരണ്ടെന്ന് തീരുമാനിച്ചു. പക്ഷേ RSS നല്ല പേടി ഇക്കാര്യത്തിലുണ്ട്. അത് ഇന്നലെ RSSന്റെ ചീഫ് മോഹൻ ഭാഗവത് ഇന്നലെ പച്ചക്ക് പറയുകയും ചെയ്തു. ജെൻസി എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല, ജെൻസി ഞങ്ങളുടെ മുത്താണ്, ചങ്കാണ്, ചക്കര ചൊത്താന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊന്ന് കേട്ട് നോക്കുക നിങ്ങൾ, ഞാൻ വെച്ചുതരാം. इसमें आप जब आपने बोला कि प्रोटेस्ट पर्टिकुलर डायरेक्शन में करना चाहिए, पर्टिकुलर मैनर में करना चाहिए. अभी सर कई बार ऐसा भी लगता है कि प्रोटेस्ट पे हम निकल आए तो लोग हमें एंटी नेशनल बुला देंगे. हाँ, लोग हमें बोलेंगे सेइंग दैट दिस पीपल आर एजेंट्स ऑफ सम कंट्री एंड सो. तो सर इसमें वो मैं कह रहा हूँ ना, इसमें मैं कह रहा हूँ कि जैन जी अगर एजिटेशन कर रही है तो एंटी नेशनल तो है नहीं, अपने लोग है, अपनी नेक्स्ट जनरेशन है. जी सर, इस अपनेपन से डायलॉग का साथ मैंने बोला अपनापन चाहिए, संबंध चाहिए, वो हमारा संबंध है, उसका रिकॉग्निशन चाहिए, तब ये डायलॉग होता है. वहां की बात हमको समझ में आती है, हमारी बात वहां समझ में आती है, ये होता है, तो होना चाहिए. और जैन जी वगैरह ऐसी है ऐसा मैं तो बिल्कुल नहीं मानता. विदाउट इट कॉन्टेक्स्ट भी जब पूछा गया तो मैंने बताया, और आज भी मैंने आपके सामने बोला है कि मुझे लगता है कि ये जो नई पीढ़ी है जैन जी जैन अल्फा, ये अभी जो हमारी एग्जिस्टिंग पीढ़ी है उससे ज्यादा ऑनेस्ट है. अरे वाह, बढ़िया है. और देशभक्ति और सेवा का ऑनेस्ट अपील उसमें चलता है. थैंक यू सर, ये आपने बताया सबसे ऑनेस्ट जनरेशन जैन अल्फा.
കേട്ടല്ലോ, ഇന്നലെ നടന്നൊരു പരിപാടിയിലായിരുന്നു മോഹൻ ഭാഗവതിനോട് ഒരു ജൻസിയുടെ ചോദ്യം. അതായത് അവിടെ ജന്തർ മന്ദിറിൽ പ്രൊട്ടസ്റ്റിന് വന്നിട്ടുള്ള പിള്ളേരൊക്കെ രാജ്യദ്രോഹികളും അല്ലെങ്കിൽ വിദേശ ഫണ്ട് വാങ്ങിച്ചിട്ട് രാജ്യത്തിനെതിരെ രാജ്യവിരുദ്ധരുമായിട്ടാണല്ലോ ചിത്രീകരിച്ചത്, എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചപ്പം RSSന്റെ തലവൻ പറഞ്ഞു, ആര് പറഞ്ഞു, അവിടെ കൂടിയിട്ടുള്ള പ്രതിഷേധിച്ച യുവാക്കളും യുവതികളും ദേശവിരുദ്ധരല്ല, അവർ ഇന്ന് ജീവിക്കുന്ന തലമുറയിലെ ആൾക്കാർ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ സത്യസന്ധരും രാജ്യസ്നേഹമുള്ളവരും ആണ്, ഹോണസ്റ്റി ഉള്ളവരുമാണ് എന്നാണ് മോഹൻ ഭാഗവത് പറഞ്ഞത്. പുള്ളിക്ക് കാര്യം മനസ്സിലായി. അത് പുള്ളി മിസ്സായി പോയിട്ടില്ലെങ്കിൽ RSS മിസ്സായി പോയിട്ടുള്ള ഈ ഒരു ഗ്രൂപ്പിനെ കയ്യിൽ പിടിച്ചിട്ടില്ലെങ്കിൽ, അതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വോട്ടിംഗ് പെർസെൻറ്റേജ് നോക്കുമ്പം അത് ജൻസികളാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടും ഇവിടെ നിന്ന് അങ്ങോട്ട് എത്ര വെച്ചിട്ടാണ് EVM കട്ടിട്ടും വോട്ട് കുത്തിക്കയറ്റിയിട്ടും വോട്ട് കട്ട് ചെയ്തിട്ടും വോട്ട് SIR വെച്ചിട്ടും ഈ പരിപാടിയിലും വോട്ട് എടുക്കുക. പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിലാവില്ല. അപ്പോൾ ഇനിയും ഈ കള്ളത്തരം കൊണ്ടും വല്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം ജൻസി ചോദ്യം ചോദിക്കുന്നുണ്ട്, കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഇത്രയും കാലം ജൻസി വെറും ഫോണിൽ കുത്തി നടക്കുന്ന, അല്ലെങ്കിൽ പാട്ട് കേട്ട് നടക്കുന്ന, അല്ലെങ്കിൽ എന്തൊക്കെയോ രാഷ്ട്രീയം എന്താണെന്ന് അറിയാത്ത, രാജ്യം എന്താണെന്ന് അറിയാത്ത കുറേ ആൾക്കാരാണ് ചിത്രീകരിച്ചത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ജൻസികൾ ഓരോ നോക്കുന്നുണ്ട്, അറിയുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട്. വിദ്യാഭ്യാസ സിസ്റ്റം എന്താണ്, ഫിനാൻഷ്യൽ അവസ്ഥ എന്താണ്, ഇന്ത്യയുടെ രാഷ്ട്രീയം എന്താണെന്ന് മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ട്. പിന്നെ ആ കൂട്ടത്തിൽ വരുന്ന 1-2% ചാണക സംഖ്യകൾ അങ്ങ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആളുകൾ കാര്യങ്ങളെപ്പറ്റി ചോദ്യം ചെയ്യുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് RSS തലവൻ്റെ വായിൽ നിന്ന് ഇങ്ങനത്തെ ഒരു വാർത്ത വന്നത്. അതല്ലാണ്ട് നിങ്ങൾ കണ്ട BJPയുടെ ഞാൻ പറഞ്ഞ ഈ 2 ടീം, അത് ഡബിൾ എഞ്ചിൻ്റെ 2 എഞ്ചിൻ മിണ്ടാണ്ട് വീട്ടിലെവിടെ പോയിരിക്കുകയാണ്. ബാക്കി വരുന്ന ഈ കൊണയടിക്കുന്ന ഈ കങ്കണ റാവത്തിനെ പോലത്തെ മറ്റ് MP മാരും മറ്റ് മന്ത്രിമാരും ഒക്കെ ഉണ്ട്, അബദ്ധം മാത്രം വിളിച്ചു പോകുന്ന, അതായത് ഇവിടെ വന്നിട്ട് ക്യാബറ ഡാൻസും കളിക്കും, അവിടെ വന്നിട്ട് ജൻസികളുടെ സ്വഭാവശുദ്ധി അളന്ന് സംസാരിക്കുന്ന കങ്കണനെ പോലത്തെ ഒന്നിനും ഏതിനും പറ്റാത്ത ചാണക കുഴിയിൽ വന്ന പുഴുക്കളുണ്ടല്ലോ, അവർക്ക് അല്ലെങ്കിൽ അവർ പറഞ്ഞതിനെതിരെ വന്നിട്ട് RSS സംസാരിക്കണമെങ്കിൽ അത് RSSന് കാര്യം മനസ്സിലായതുകൊണ്ടും ഇപ്പോഴും ചാണകം തിന്നുന്നവർക്ക് ചാണകം എന്താണെന്ന് മാത്രമേ അറിയുന്നുള്ളൂ എന്നുള്ളത് കൊണ്ടുമാണ് ഇപ്പം ഇത്തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ ഇവർ പറഞ്ഞു മുന്നോട്ട് വരുന്നത്. ഏതാണെങ്കിൽ നോക്കാം. ഇനിയിപ്പം ഇന്നിപ്പോൾ 3 ആഴ്ചകൾ കഴിയാറായി. ഇനിയിപ്പോൾ 2-3 ദിവസങ്ങളും കൂടെ ആകെ ഈ ഒരു പാർലമെൻറ്റ് സെഷൻ, ഈ ഒരു സെഷൻ മുന്നോട്ട് പോകുന്നുള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് ഇവന്മാർ വാ തുറന്ന് വല്ലതും മൊഴിയോ, അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പൈസ കൊടുത്ത് MP മാരെ വിലക്ക് വാങ്ങിച്ചിട്ട് അവർക്ക് തോന്നിയ പോലെ രാജ്യത്ത് എന്ത് നിയമങ്ങളും കൊണ്ടുവന്ന് രാജ്യം കുട്ടിച്ചോറാക്കുമോ എന്നൊക്കെ ഉള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടി വരും. ഇനി ഇതിൻ്റെ ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ കൊണ കുട്ടന്മാർ താഴത്ത് വന്ന് കമൻ്റ് ഇടുക അല്ലെങ്കിൽ ഡയലോഗ് അടിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം, ചിരിക്കാം. ഒരുപാട് കോമഡികൾ ഉണ്ടാവും. വാ തുറന്ന പച്ചക്കറി മാത്രമേ ഇവന്മാർ പറയുള്ളൂ. കാരണം വീട്ടിലും ശാഖയിലും പഠിപ്പിച്ചത് ഇത് മാത്രമായതുകൊണ്ടാണ്. നിങ്ങളാരും അത് കണ്ട് ഞെട്ടാനും പ്രകോപിതരാവാനും നിൽക്കരുത്. അവന്മാരങ്ങനെ ചിലച്ചോണ്ടേ ഇരുന്നോട്ടെ, അത്രേ പറയാനുള്ള അവന്മാരുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, വേറെ വിഷയങ്ങളെപ്പറ്റി നമ്മൾ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴത്തൊന്ന് കമൻ്റ് ഇടണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ഇടണം. പുതിയ അപ്ഡേറ്റുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ചെയ്യും. ബൈ.